നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ധൃതി, ശൗചം, അദ്രോഹം, അഹങ്കാരരാഹിത്യം ഇവയൊക്കെയാണ് തുടർന്നു വരുന്നതായ ദൈവീ സമ്പത്തുകൾ. ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം. ഏതൊരു വിഷമസന്ധിയെയും അഭിമുഖീകരിക്കുന്നതായ ധൈര്യം, ബുദ്ധിയോടുകൂടി, വ്യക്തമായ ധാരണയോടുകൂടി, അറിവോടുകൂടി അതിനെ അഭിമുഖീകരിച്ച് അതിനെ ലംഘിക്കുന്നതായ മാനസികാവസ്ഥ, ഒന്നിൻ്റെ മുന്നിലും കീഴടങ്ങാത്ത മാനസികാവസ്ഥ. അതേപോലെ തന്നെ ശൗചം, മനസ്സിൻ്റെ പരിപൂർണമായിരിക്കുന്ന ശുദ്ധി, ശുദ്ധമായ സാത്വിക ഗുണം മനസ്സിൽ നിറയുമ്പോഴാണ്, കാരണശരീരത്തിൽ സാത്വിക ഗുണം പൂർണ്ണതയെ കൈവരിക്കുമ്പോഴാണ് ആ ഒരു ദൈവീ സമ്പത്ത് ഏതൊരു മനുഷ്യനെയും ഉത്കർഷത്തിലേക്ക് നയിക്കുക. അതിനാണ് ശൗചം എന്ന് പറയുന്നത്. ധൃതിയും ശൗചവും കൂടി ഒരൊറ്റ കഥയിലൂടെ ഈ അവസരത്തിൽ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ധൃതിയെ നമ്മുടെ മുന്നിൽ വ്യാസഭഗവാൻ പല പല കഥാപാത്രങ്ങളിലൂടെ പല പല സന്ദർഭങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ കഥാപാത്രത്തിൻ്റെയും നില, സ്വഭാവ ഭേദമനുസരിച്ച്, ശ്രദ്ധാഭേദമനുസരിച്ച്, ഗുണത്രയങ്ങളുടെ അളവിൻ്റെ ഭേദമനുസരിച്ച് വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് ധൃതിയുടെ വിവിധങ്ങളായ മുഖങ്ങളെ വ്യാസഭഗവാൻ ഈ വിപുലമായ മഹാഭാരത കാവ്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അങ്ങേയറ്റം സാത്വികമായിരിക്കുന്ന ധൃതി, അതാണ് ഇവിടെ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത്. ഇതിനപ്പുറം ഒന്ന് നമുക്ക് സങ്കല്പിക്കാൻ തന്നെ ആവില്ല. അങ്ങനെ വ്യാസഭഗവാൻ വനപർവ്വത്തിനകത്ത് ഒരു മനോഹരമായ കഥ നമ്മുടെ മുന്നിൽ നിബന്ധിച്ചിട്ടുണ്ട്. ധൃതിയുടെ എത്രയോ സന്ദർഭങ്ങൾ, ചക്രവ്യൂഹത്തെ അഭിമുഖീകരിക്കാൻ, അതിനെ തകർക്കാൻ പുറപ്പെടുന്ന അഭിമന്യുവിൻ്റെ ആ സന്ദർഭം ധൃതിയുടെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. രാജസമായ ധൃതിയാണത്. അതേപോലെ ഒറ്റയ്ക്ക് പെട്ടുപോയി ചക്രവ്യൂഹത്തിനകത്ത്. പാണ്ഡവന്മാരെ കൂടെ ചെല്ലാം എന്ന് പറയുകയും അവരതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ചകത്ത് കടക്കുമ്പോൾ കൂടെ കയറാൻ യുധിഷ്ഠിരാദികൾ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. ജയദ്രഥന് ഒരു വരബലം ഉണ്ടായിരുന്നു. ഒരു ദിവസം പാണ്ഡവരെ തോൽപ്പിക്കുവാൻ സാധിക്കും എന്ന് മഹാദേവനിൽ നിന്ന് നേടിയതാണത്. ആ വരബലം ഉപയോഗിച്ചിട്ട് ജയദ്രഥൻ പാണ്ഡവന്മാരെ, യുധിഷ്ഠിരനെയും ഭീമനെയും നകുല സഹദേവന്മാരെയും തോൽപ്പിച്ചു. അർജുനൻ അവിടെയുള്ള സംസപ്തകന്മാരുമായി വളരെ ദൂരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ 4 പേരെയും തോൽപ്പിച്ചു. മറ്റെല്ലാ പാണ്ഡവ സൈന്യങ്ങളെയും തോൽപ്പിച്ചു. ആർക്കും ചക്രവ്യൂഹത്തിനകത്തേക്ക് പ്രവേശിക്കാനായില്ല. ഒറ്റയ്ക്ക് പെട്ടു അഭിമന്യു. എന്നിട്ടും അഭിമന്യുവിൻ്റെ ധൈര്യത്തിനൊരു കുറവും വന്നില്ല. മഹാപരാക്രമികളായിരിക്കുന്ന കൗരവ സേനാധിപന്മാർ ദ്രോണരുടെ നേതൃത്വത്തിൽ കർണൻ, ശല്യൻ, കൃപൻ, അശ്വത്ഥാമാവ്, ദുശാസനൻ, ദുര്യോധനൻ എല്ലാ പേരും കൂടി ചേർന്ന് അവസാനം ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ചതിച്ച് അഭിമന്യുവിനെ സംഹരിച്ചു. ആ ഘട്ടം വരെയും തേരെല്ലാം തകർന്നു, ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു,
അവസാനം തേരിന്റെ ചക്രവും എടുത്ത് ഇവരെല്ലാവരെയും ഒറ്റയ്ക്ക് എതിർക്കുകയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് കൊന്നത്. ഒരാൾക്ക് നേരിട്ട് കൊല്ലാൻ, അഭിമന്യുവിനെ കൊല്ലാനായില്ല. ദ്രോണൻ അഭിമന്യുവിന്റെ മുന്നിൽ നിന്നിട്ട് തോറ്റു പിൻവാങ്ങി. കർണൻ അഭിമന്യുവിന്റെ മുന്നിൽ നിന്നിട്ട് തോറ്റു തിരിച്ചോടി. അതേപോലെ ദുശാസനൻ തിരിച്ചോടി, ശല്യര് തിരിച്ചോടി. ഇങ്ങനെ ഇവരെ എല്ലാവരെയും അഭിമന്യു തോൽപ്പിച്ചു. അവർ വീണ്ടും മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും എന്നുള്ള അവസ്ഥ വരെ ഉണ്ടായിട്ടാണ് അവർ തിരിഞ്ഞോടിയത്. അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു വീരനോട് ഒരാൾ പോരാടുക എന്നുള്ള നേരത്തെയുള്ള തീരുമാനം ലംഘിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ചതിവില് അഭിമന്യുവിനെ സംഹരിച്ചു. ആ ഘട്ടത്തിലും തെല്ലുപോലും കുറയ്ക്കാതെ നിന്ന് പോരാടുന്ന അഭിമന്യു രാജസമായ ധൃതിയുടെ വലിയ ഒരു ഉദാഹരണമാണത്. ഇങ്ങനെ മാനസികാവസ്ഥയുടെ വ്യത്യസ്ത നിലകളിലുള്ളതായ ധൃതിയുടെ ചിത്രണം നമുക്ക് കാണാം. അതിൽ അങ്ങേയറ്റം സാത്വികമായിട്ടുള്ള ധൃതി, അതോടൊപ്പം തന്നെ മനസ്സിന്റെ വിശുദ്ധി, സ്വഭാവത്തിന്റെ വിശുദ്ധി, ശൗചം, ധൃതി ശൗചം, മനസ്സിന്റെ വിശുദ്ധി, ഇത് രണ്ടും കൂടി ഒരുമിച്ച്, രണ്ടും സാത്വികതയുടെ പൂർണ്ണതയിൽ നമുക്ക് വനപർവത്തിലെ പതിവ്രത മാഹാത്മ്യം എന്നു പേരായ ഉപപർവമുണ്ട്. അതിൽ നമുക്ക് നേരിട്ട് കാണാം. ആ കഥ വളരെ പ്രസിദ്ധമാണ്. മലയാള സാഹിത്യത്തില് ആ കഥ പല പ്രകാരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എഴുത്തച്ഛന്റെ ഭാരതം കിളിപ്പാട്ടിനകത്ത് അതുണ്ട്. അതേപോലെ തന്നെ വിവിധ സാഹിത്യ രൂപങ്ങൾക്കകത്ത് അത് കടന്നു വരുന്നു. സത്യവാന്റെയും സാവിത്രിയുടെയും കഥ വളരെ പ്രസിദ്ധമാണ്. ആ കഥ മരണത്തെ വെല്ലുവിളിച്ച സാവിത്രി, സാവിത്രിയുടെ ധൃതിയും സാവിത്രിയുടെ ശൗചവും കൊണ്ട് കാലനെ പോലും വരച്ച വരയിൽ നിർത്തി തന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു വാങ്ങിയ സാവിത്രി. അത് അത്ഭുതകരമായൊരു ജീവിതമാണ്. ധൃതിയും അതേപോലെ തന്നെ ശൗചവും നമുക്ക് ഒരുമിച്ച് അവിടെ കാണാൻ സാധിക്കും. മഹാഭാരതത്തിലെ വനപർവത്തിലുള്ള 293 അധ്യായം മുതൽ ഏതാനും അധ്യായങ്ങളിലായിട്ടാണ് പവിത്രമായിരിക്കുന്ന ഈ കഥ കടന്നു വരുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന്റെ ആശ്രമത്തില് അദ്ദേഹം കാനനത്തിൽ പാർക്കുന്ന അവസരം, വനപർവമാണ്. അപ്പോഴ് മാർക്കണ്ഡേയ മഹർഷി അവിടെ വന്നു. അദ്ദേഹം കുറനാള് അവിടെ താമസിച്ചു യുധിഷ്ഠിരനോടൊപ്പം. യുധിഷ്ഠിരൻ ഏറെ ദുഃഖിതനാണ്. അദ്ദേഹത്തിന്റെ ദുഃഖങ്ങളെ ദൂരീകരിക്കാൻ നല്ല ഉപദേശങ്ങൾ സത്യധർമാദികളെയും വേദാന്ത വിചാരത്തെയും വ്യക്തമാക്കിക്കൊണ്ട് മാർക്കണ്ഡേയ മഹർഷി നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഥ നമുക്കറിയാം. എന്നും 16 വയസ്സാണ്. മരണത്തെ ജയിച്ചയാളാണ്. മൃത്യുഞ്ജയനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട്, മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹം യുധിഷ്ഠിരന്റെ ദുഃഖഭരിതമായിട്ടുള്ള ഓരോരോ ചോദ്യങ്ങൾക്ക് അനേകം കഥകളിലൂടെ മറുപടി, ആ കഥകളിൽ അടങ്ങിയിരിക്കുന്നതായ ഉപദേശങ്ങളിലൂടെയും സ്തോത്രങ്ങളിലൂടെയും കൂടി വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. യഥാർത്ഥത്തില് ആ കഥകളെല്ലാം ഭഗവത്ഗീതയുടെ വിവിധങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളുടെ സന്ദേശത്തെ നമ്മുടെ മുന്നിൽ ദൃശ്യവൽക്കരിക്കുന്നവയാണ്. രാമ ഉപാഖ്യാനം വിസ്തരിച്ച് നാം മഹാഭാരതത്തിൽ കേൾക്കുന്നത് ഇവിടെയാണ്, മാർക്കണ്ഡേയന്റെ വാക്കിലൂടെ. 700 ശ്ലോകങ്ങളിലായിട്ട് രാമോപാഖ്യാനം പറയുന്നുണ്ട് മാർക്കണ്ഡേയൻ. രാമകഥ മഹാഭാരതത്തിനകത്ത് 4 വരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ആഖ്യാനം, രാമകഥയുടെ ആഖ്യാനം, അത് മാർക്കണ്ഡേയൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതായ രാമകഥയാണ്. ആ രാമോപാഖ്യാനം കഴിഞ്ഞാൽ തൊട്ടടുത്ത്
മാർക്കണ്ഡേയൻ പതിവ്രത മാഹാത്മ്യം സാവിത്രിയുടെ കഥയിലൂടെ കേൾപ്പിക്കും. അങ്ങനെ സാവിത്രി തൻ്റെ ആ ധൈര്യം കൊണ്ടും തൻ്റെ വിശുദ്ധി കൊണ്ടും സത്യവാന്റെ ജീവനെ കാലന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. അതുകൊണ്ട് സത്യവാന് ഒരു പേരുകൂടി വന്നു. അത് കാലൻ തന്നെ പറഞ്ഞ പേരാണ്. ഇനി സാവിത്രൻ എന്ന് ഇദ്ദേഹം സത്യവാൻ ലോകം മുഴുവൻ പ്രശസ്തനായിത്തീരും എന്ന്. അങ്ങനെ സത്യവാന്റെ പേര് പോലും സാവിത്രൻ എന്ന് ആകത്തക്ക രീതിയിലുള്ള ഗുണമഹിമയുടെ ഉടമയാണ് സാവിത്രി. യുധിഷ്ഠിരൻ, ദുഃഖിതനായ യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ ഋഷിയോട് ചോദിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു തന്റെ മാനസികാവസ്ഥ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത്. നാത്മാനം അനുശോചാമി നേമാൻ ഭ്രാതൃൻ മഹാമുനെ. അല്ലയോ മാർക്കണ്ഡേയ മഹർഷി, ഞാൻ എന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ ദുഃഖിക്കുന്നില്ല. രാജ്യം നഷ്ടപ്പെട്ടു, അവമതിക്കപ്പെട്ടു, കാട്ടിലേക്ക് അയക്കപ്പെട്ടു, ഇവിടെ കിടന്ന് ക്ലേശിക്കുന്നു. കാട്ടിലെ ക്ലേശങ്ങളാണെങ്കിൽ ബഹുമുഖമാണ്. അത് ചിന്തിച്ചിട്ട് ഞാൻ ദുഃഖിക്കുന്നില്ല, എന്നെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല. അതേപോലെ എൻ്റെ ഈ സഹോദരന്മാർ എന്നെ ആശ്രയിച്ച് എനിക്ക് വേണ്ടി സകല ത്യാഗങ്ങളും ഏറ്റെടുക്കുന്നവരായ എൻ്റെ ഈ സഹോദരന്മാർ, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഞാൻ ദുഃഖിക്കുന്നില്ല. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, അവരുടെയും അവസ്ഥ ചിന്തിച്ചിട്ടും എന്നെക്കാളും അവർ കഷ്ടപ്പെടുന്നു. എനിക്ക് വേണ്ടുന്ന സേവനങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ അവർ നേരിട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെ ക്ലേശം അവരിൽ കൂടുതലാണ്. എത്രയെത്ര യുദ്ധങ്ങൾ ഭീമൻ ഇതിനിടയ്ക്ക് ചെയ്യേണ്ടി വന്നു രാക്ഷസന്മാരിൽ നിന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ. അതേപോലെ അർജുനൻ എന്തെല്ലാം മഹാകർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നു, യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. നകുല സഹദേവന്മാരും എത്ര യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. ഗന്ധർവന്മാരോടെല്ലാം ഇവർ 4 പേരും കൂടിയാണ് യുദ്ധം ചെയ്തത്. 4 പേരേ ഉള്ളൂ. കൗരവന്മാർ 100 പേരും അവരുടെ സഹായികളും അതേപോലെ വലിയ സൈന്യവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഗന്ധർവനോട് പരാജയപ്പെട്ടു. പക്ഷേ പാണ്ഡവന്മാർ ഗന്ധർവനെ അദ്ദേഹത്തിന്റെ സൈന്യത്തോടൊപ്പം ഇവർ 4 പേര് തോൽപ്പിച്ചു. അപ്പൊ ഇങ്ങനെ വളരെയേറെ വിഷമസന്ധികൾ അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. എന്നിട്ടും ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല. ഹരണഞ്ചാപി രാജ്യസ്യ, ഇന്ദ്രപ്രസ്ഥം തലസ്ഥാനമായിട്ടുള്ള എന്റെ രാജ്യം, അത് എന്നിൽ നിന്നിട്ട് ചതിവിനാൽ അപഹരിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല. യഥേമാം ദ്രുപദാത്മജാം, ഈ ദ്രുപദാത്മജയെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നുവോ അതേപോലെ എന്നെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല. എന്റെ ദുഃഖം മുഴുവൻ പാഞ്ചാലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാധ്വീരത്നം, ഈ സതീരത്നം എന്തുമാത്രം അപമാനങ്ങൾ സഹിച്ചു, എന്തുമാത്രം ക്ലേശങ്ങൾ സഹിച്ചു, ഇപ്പോഴും ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദ്യൂതേ ദുരാത്മഭിക്ലിഷ്ട, ദ്യൂതത്തില് ചൂതില് കള്ളച്ചൂതാണ് ശകുനി കളിച്ചത്. ദുരാത്മാക്കളായിരിക്കുന്ന ദുര്യോധനാദികളാൽ ഈ പാഞ്ചാലി വളരെയേറെ അവമതിക്കപ്പെട്ടു, ക്ലേശിപ്പിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്താൻ പാഞ്ചാലി അവസരം കൊടുത്തില്ല. പാണ്ഡവന്മാരായ ഞങ്ങളെ അവൾ രക്ഷിച്ചു. കൃഷ്ണായ താരിതാവയം, ഞങ്ങളെല്ലാവരും കൃഷ്ണയാൽ, പാഞ്ചാലിയാൽ രക്ഷിക്കപ്പെടുകയാണുണ്ടായത്. എന്ന് മാത്രമല്ല, കുറച്ചു നാളുകൾക്ക് മുമ്പ് സിന്ധു രാജാവായ ജയദ്രഥൻ വലിയ സൈന്യത്തോടൊപ്പം ഇതിലേ വന്നു. അയാൾ ഏതോ ഒരു സ്വയംവരത്തിന് പങ്കെടുക്കാനായിട്ട് പോകുന്ന സന്ദർഭമായിരുന്നു. ഞങ്ങളാകട്ടെ കാട്ടില് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. ഞങ്ങൾ ദൂരങ്ങളിൽ, ഞങ്ങൾ 4 പേരും. ഇവിടെ ഈ പർണാശ്രമത്തില്
വലുതായിട്ട് പിന്നെ ആളുകളില്ല, ഏതാനും ആളുകൾ മാത്രം, തപസ്വികൾ മാത്രം, അവരേ ഇവിടെയുള്ളൂ. ആ അവസരത്തിൽ പാഞ്ചാലി ഇവിടെയുണ്ട്, ഈ പർണാശ്രമത്തിലുണ്ട്. ആ ആശ്രമത്തിന്റെ മുന്നിൽ പാഞ്ചാലി നിൽക്കുന്നത് കണ്ടിട്ട് ജയദ്രഥൻ കടന്നു വന്ന് പാഞ്ചാലിയെ അപഹരിച്ചു. ഭാഗ്യത്തിന് ഞങ്ങൾ ആ സമയമാകുമ്പോഴേക്കും വേട്ടയെല്ലാം കഴിഞ്ഞ് തിരിച്ചിഞ്ഞു വരികയായിരുന്നു. അറിഞ്ഞു. ഞങ്ങൾ ജയദ്രഥന്റെ പിന്നാലെ ഓടിച്ചെന്നു. ജയദ്രഥനെ തോൽപ്പിച്ച പാഞ്ചാലിയെ വീണ്ടെടുത്തു. ഇങ്ങനെ ജയദ്രഥനാൽ പാഞ്ചാലി ഈ കാട്ടിൽ വെച്ചും അപഹരിക്കപ്പെട്ടു. ഇങ്ങനെ എത്ര എത്ര ദുഃഖങ്ങൾ. അല്ലയോ ഭഗവാനെ, മാർക്കണ്ഡേയനോട് യുധിഷ്ഠിരൻ ചോദിക്കാണ്, അസ്തി സീമന്തിനീ കാചിത് ദൃഷ്ടപൂർവാഭിവാശ്രുത. ഏതെങ്കിലും ഒരു സതീരത്നമുണ്ടോ ഇതേ പ്രകാരത്തിൽ? അങ്ങ് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇതേപോലെ ക്ലേശിച്ചിട്ടുള്ളതായ ഒരു സ്ത്രീരത്നത്തെ? അല്ലെങ്കിൽ അങ്ങനെ ഒരു നാരിയുടെ, ഒരു മഹിളയുടെ കഥ അങ്ങ് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എങ്ങനെയുള്ള മഹിള? പതിവ്രത മഹാഭാഗ യഥേയം ദ്രുപദാത്മജ. ഈ ദ്രുപദനന്ദിനിയായ പാഞ്ചാലിയെ പോലെ അങ്ങേയറ്റം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലേശിക്കുകയാണ് അവൾ. അങ്ങനെ പതിവ്രതയായിരിക്കുന്ന, മഹാഭാഗയായിരിക്കുന്ന പാഞ്ചാലിയെ പോലെ വേറൊരു സ്ത്രീരത്നത്തെ അങ്ങ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് യുധിഷ്ഠിരൻ ഋഷിയായ മാർക്കണ്ഡേയനോട് ചോദിക്കുന്നത് മഹാഭാരതത്തിലെ വനപർവ്വത്തിലുള്ള 293 അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണും. അപ്പോഴേക്കും മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് പറഞ്ഞു തുടങ്ങി, ശൃണുരാജൻ കുലസ്ത്രീണാം മഹാഭാഗ്യം യുധിഷ്ഠിര സർവമേതദ് യഥാപ്രാപ്തം സാവിത്രിയ രാജകന്യയ. സാവിത്രിയുടെ കഥ അദ്ദേഹം പറയാൻ തുടങ്ങാണ്.